ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ആദ്യത്തെ കുറച്ച് സമയം ഇന്ത്യയുടെ ആധിപത്യം, അതിനുശേഷം 2 സെഷനോളം ഇംഗ്ലണ്ട് അടിച്ചു തകർക്കുന്നു. പിന്നീട് വീണ്ടും ഇന്ത്യ തങ്ങളുടെ ഡോമിനൻസ് തിരികെ പിടിക്കുന്നു. ഇങ്ങനെ നമുക്ക് മൂന്നാം ദിവസത്തെ വിശേഷിപ്പിക്കാം. ഒടുവിൽ മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ 244 റൺസിന് മുന്നിലാണ്. 9 വിക്കറ്റുകളാണ് ഇന്ത്യക്ക് ബാക്കിയുള്ളത്. ഇനി നമ്മൾ ഈ ദിവസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ രണ്ടാം ദിവസം കളി നിർത്തിയപ്പോൾ ഇംഗ്ലണ്ട് 77-3 എന്ന നിലയിലായിരുന്നു. ആ ഒരു ചെറിയ 20 ഓവർ ഗ്യാപ്പിനുള്ളിൽ ഇംഗ്ലണ്ടിന് 3 വിക്കറ്റുകൾ വീഴ്ത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ആകാശ് 2 വിക്കറ്റ് വീഴ്ത്തി, സിറാജ് 1 വിക്കറ്റ് വീഴ്ത്തി. അങ്ങനെ ആ ഒരു മികച്ച നിലയിൽ തന്നെയാണ് ഇന്ത്യ രണ്ടാം ഡേ ക്ലോസ് ചെയ്തത്. ഇന്നലെ മൂന്നാം ദിവസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ 10ാം പന്തിൽ തന്നെ സിറാജ് സ്ട്രൈക്ക് ചെയ്തു. അതായത് നമ്മുടെ ജോ റൂട്ടിനെ സിറാജ് പുറത്താക്കി. അതിനുശേഷം തൊട്ടടുത്ത പന്തിൽ തന്നെ ബെൻ സ്റ്റോക്സിനെയും സിറാജ് തന്നെ പുറത്താക്കി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും 84-5 എന്ന വളരെ പ്രിക്കാരിയസ് ആയിട്ടുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്കോറിലേക്ക് അവർ ചുരുങ്ങുകയാണ് ഉണ്ടായത്. കാരണം ഇന്ത്യ എടുത്ത സ്കോർ 587 ആണ്. ഇനി 503 റൺസ് ബാക്കി നിൽക്കുമ്പോൾ വെറും 5 വിക്കറ്റുകൾ മാത്രമാണ് ഇംഗ്ലണ്ട് ബാക്കി ഉണ്ടായിരുന്നത്. അവിടെയാണ് ഹാരി ബ്രൂക്കിന് കൂട്ടായിട്ട് ജെയ്മി സ്മിത്ത് എത്തുന്നത്. പിന്നീട് നമ്മൾ കണ്ടതൊരു പക്ക കൗണ്ടർ പഞ്ച് അല്ലെങ്കിൽ കൗണ്ടർ അറ്റാക്കിംഗ് എക്സലൻസ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പ്രകടനമാണ്. അതായത് പിന്നീട് തലങ്ങും വിലങ്ങും ഇന്ത്യൻ ബോളേഴ്സിനെ, അതായത് 84-5 എന്ന നിലയിൽ വന്നിട്ട് വളരെ കോൺഫിഡൻസോട് കൂടി നിന്ന ഇന്ത്യൻ ബൗളേഴ്സിനെ അടിച്ചു തകർക്കുന്നു. പ്രത്യേകിച്ച് ജെയ്മി സ്മിത്ത് ആയിരുന്നു കൂട്ടത്തിലെ അഗ്രസർ. വെറും 84 പന്തുകളിലാണ് ജെയ്മി സ്മിത്ത് സെഞ്ചുറി തയ്ച്ചത്. അപ്പോൾ സ്മിത്ത് ഒരു സൈഡിൽ അടിക്കുന്നത് കണ്ടതോടുകൂടി ഹാരി ബ്രൂക്കും തൻ്റെ ഗെയിം വീണ്ടും ഒരു അറ്റാക്കിംഗ് മോഡിലേക്ക് മാറ്റിയതോടെ പിന്നീട് റൺസ് യഥേഷ്ടം വന്നു. അതായത് 84-5 എന്ന നിലയിൽ നിന്ന് 303 റൺസിന്റെ പാർട്ണർഷിപ്പാണ് ഇവർ രണ്ടുപേരും ചേർന്ന് ഇംഗ്ലണ്ടിന് നൽകിയത്. അപ്പോൾ വളരെ വലിയൊരു ലീഡ് വഴങ്ങിയേക്കാവുന്ന സാഹചര്യത്തിൽ നിന്ന് ഫോളോ ഓൺ ഒഴിവാക്കുന്നതിലേക്ക് എത്തിയത് ഇവരുടെ ഒരു എക്സ്ട്രാ ഓർഡിനറി പാർട്ണർഷിപ്പ് തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇവരുടെ ഈ ഒരു പാർട്ണർഷിപ്പ് 2 സെഷനുകളാണ് ഇന്ത്യയെ വെള്ളം കുടിപ്പിച്ചത്. അതായത് കുറച്ച് ഇങ്ങനെ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് മാച്ചൊക്കെ വന്നു കഴിയുമ്പോൾ ആദ്യത്തെ കുറച്ച് നേരം റിയാക്റ്റീവായിട്ടൊക്കെ നിൽക്കുമെങ്കിലും പിന്നീട് ആ ഒരു മൂഡ് തന്നെ കെടുത്തിക്കളയും. കാരണം റൺസ് ഒഴുകുന്നു. ഇപ്പോൾ വിക്കറ്റ് പോകുന്നില്ല എന്ന് മാത്രമല്ല, ഒരു സൈഡിൽ ഏകദിനത്തിന്റെ ശൈലിയിൽ റൺസ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതൊരു ടീമിനെയും ഡിഫ്ലേറ്റ് ചെയ്യാനായിട്ട് അത് തന്നെ ധാരാളമാണ്. ഇനിയിപ്പോൾ ഇവരുടെ പാർട്ണർഷിപ്പിന്റെ തുടക്കത്തിൽ കുറച്ച് ഡിഫൻസീവ് ആയിട്ടുള്ള, അത്ര അഗ്രസീവ് അല്ലാത്ത കുറച്ച് ഡിഫൻസീവ് ആയിട്ടുള്ള ഫീൽഡ് സെറ്റിങ്ങും ഇംഗ്ലണ്ടിനെ സഹായിച്ചു നമുക്ക് പറയേണ്ടി വരും. എങ്കിലും അതൊന്നും അവരുടെ ആ ഒരു പാർട്ണർഷിപ്പിൽ നിന്നിന്റെ ആ ഒരു ശോഭ കെടുത്തുന്നില്ല. വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പോയത്. പ്രത്യേകിച്ച് ജെയ്മി സ്മിത്ത് 84-5 എന്നൊരു പൊസിഷനിൽ നിന്ന് ഹാരി ബ്രൂക്ക് പുറത്താകുമ്പോൾ അവർ 387-5 എന്ന നിലയിലെത്തി. ആകാശ് ദീപിനാണ് ഹാരി ബ്രൂക്കിന്റെ വിക്കറ്റ് കിട്ടിയത്. പിന്നീട് ക്രിസ് വോക്സ് വന്നു. ക്രിസ് വോക്സും നമ്മുടെ ജെയ്മി സ്മിത്തോട് ചേർന്ന ഒരു ഫോളോ ഓൺ ഒഴിവാക്കി. എന്നാൽ ക്രിസ് വോക്സിന്റെ വിക്കറ്റും നമ്മുടെ ആകാശ് ദീപ് തന്നെയാണ് ഇട്ടത്. രണ്ടാം ദിവസവും 2 വിക്കറ്റ് എടുത്ത ആകാശ് ദീപ് മൂന്നാം ദിവസവും 2 വിക്കറ്റുകൾ കൂടി തന്റെ പേരിൽ കൂട്ടിച്ചേർത്തു. ടോട്ടൽ 4 വിക്കറ്റ് എടുത്തു. പിന്നീട് ആ ഒരു ടെയിൽ എൻഡേഴ്സിനെ ക്ലീനപ്പ് ചെയ്തു നമ്മുടെ സിറാജ്. ഇപ്പോൾ സിറാജ് അങ്ങനെ ടോട്ടൽ 6 വിക്കറ്റുകളാണ് എടുത്തത്. ഇപ്പോൾ ഇന്നലെ 1 എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അടുത്തടുത്ത പന്തുകളുടെ റൂട്ടിന്റെയും സ്റ്റോക്സിന്റെയും വിക്കറ്റ് എടുത്തു. പിന്നെ ആ ഒരു ടെയിൽ എൻഡിലെ 3 വിക്കറ്റുകൾ കൂടി എടുത്തതോടെ ഒരു 5 വിക്കറ്റ് ഹോള് നമ്മുടെ സിറാജിന് കിട്ടി. ഇവിടെ നമ്മൾ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പ്രസീദ് ഭയങ്കരമായിട്ട് എക്സ്പെൻസീവ് ആയി. പ്രസീദിനെ ഒരു ഓവറിൽ ഇല്ല T20 അടിക്കുന്ന പോലെയാണ് ജെയ്മി സ്മിത്ത് അടിച്ചത്. ഇപ്പോൾ പിന്നെ നമ്മളൊരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ മിനിമം 100 ഓവർ എറിഞ്ഞ, ടെസ്റ്റിൽ 100 ഓവർ എറിഞ്ഞ ബോളേഴ്സിൽ ഏറ്റവും വേഴ്സ്റ്റ് ഇക്കോണമി റേറ്റ് പ്രസീദിൻ്റെയാണ്. ഇപ്പം ഞാൻ ആദ്യത്തെ ടെസ്റ്റ് മത്സരം റിവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, സിറാജിന് വിക്കറ്റ് കിട്ടാത്തത് നിർഭാഗ്യം കൊണ്ട് മാത്രമാണ്. വളരെ മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. ആദ്യത്തെ ഒരു സ്പെല്ല് ഒഴികെ വളരെ മികച്ച രീതിയിലാണ് പന്തെറിഞ്ഞത്. എന്നാൽ പ്രസീദിന് സ്പെല്ല് അത്ര ഇംപ്രസീവ് അല്ല. വിക്കറ്റ് കിട്ടിയെങ്കിലും ഒരു 5-6 ഇക്കോണമി റേറ്റിലാണ് പ്രസീദ് വിട്ടുകൊടുക്കുന്നത്. അത് ഇന്ത്യക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഒരു കമന്റ് വന്നിരുന്നു, അതായത് സിറാജ് വേസ്റ്റ് ആണ്, ഇപ്പോൾ ടെസ്റ്റിൽ എന്താണ് ഇനി എത്രയൊക്കെ ഡിഫൻസീവായിട്ട് എറിഞ്ഞാലും വിക്കറ്റ് എടുക്കണം, അതുകൊണ്ട് പ്രസീദിന്റെ സ്പെല്ല് തന്നെയാണ് നല്ലതെന്നുള്ളൊരു കമന്റ് വന്നിരുന്നു. ശരിയാണ്, ടെസ്റ്റിൽ വിക്കറ്റ് എടുക്കണം. പക്ഷേ ഇവിടെ നമ്മൾ കാണാതെ പോകുന്നൊരു കാര്യമുണ്ട്. ടെസ്റ്റിൽ 6 റൺസിന് മേൽ റൺസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തുടർച്ചയായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിമിനൽ ഒഫൻസ് ആണ്. കാരണം ഒരു സൈഡിൽ ഫോർ എക്സാമ്പിൾ ബുംറ നമ്മുടെ വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ്. അപ്പോൾ ഒരു സൈഡിൽ ബുംറ ക്രിയേറ്റ് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത ഓവറിൽ ഇതുപോലെ 6-7 റൺസ് കൊടുക്കുമ്പോൾ ആ പ്രഷർ പോവും. പിന്നീട് അവർക്ക് ബുംറ അറ്റാക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതായത് സൂക്ഷിച്ച് കളിച്ചാൽ മാത്രം മതി. അപ്പോൾ അവിടെ ബുംറ തൻ്റെ ഒരു മാജിക് ബോൾ പുറത്തെടുക്കേണ്ട ഒരു അവസ്ഥ വരും. എന്നാൽ അവിടെ ഒരു ഡിഫൻസീവ് ബോളിംഗ് ആണെങ്കിൽ, ഇപ്പുറത്തൊരു വിക്കറ്റ് ടേക്കിംഗ് ബോളർ ഉണ്ടെങ്കിൽ ആ ഒരു ഡിഫൻസീവ് ബോളിംഗ് വിക്കറ്റ് ടേക്കിംഗ് ബോളറിനെ എയ്ഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ സിറാജ് എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ക്യാപ്റ്റൻസ് ഡിലൈറ്റ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ബോളറാണ്. കാരണം ആ ഒരു എനർജിയിൽ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ബോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ വർക്ക് ലോഡ് പരിഗണിച്ചാൽ ബുംറയേക്കാൾ കൂടുതൽ ടെസ്റ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഓവറുകൾ എറിഞ്ഞിട്ടുള്ള ആ ഒരു പീരീഡിൽ എറിഞ്ഞിട്ടുള്ള പ്ലെയറാണ് സിറാജ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ബുംറയുടെ വർക്ക് ലോഡിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ബുംറ ഒരു സ്പെഷ്യൽ ബോളറാണ്, അതുകൊണ്ടാണ് വർക്ക് ലോഡിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ ആ ഒരു ബോളിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇഞ്ചുറി ഉണ്ടാവാനായിട്ട് കുറച്ചുകൂടി സാധ്യതയുള്ളൊരു സ്റ്റൈലാണ് ബുംറയുടേത്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് തിരികെ വരാം. സിറാജ് തീർച്ചയായിട്ടും ഏതൊരു ക്യാപ്റ്റനും ആഗ്രഹിക്കുന്ന ഒരു ബോളറാണ്. അപ്പോൾ ഇന്നലെ തൻ്റെ ആ ഒരു വെർത്ത് വീണ്ടും എല്ലാവരുടെയും മുന്നിൽ കാണിച്ചു കൊടുക്കാൻ സിറാജിന് കഴിഞ്ഞു. അതുപോലെ തന്നെ ആകാശ് ദീപ് എക്സലന്റ് പെർഫോമൻസ് ആയിരുന്നു. ഇപ്പോൾ അടുത്ത മത്സരത്തിൽ ബുംറ തിരികെ വരുമ്പോൾ ബുംറ, സിറാജ്, ആകാശ് ദീപ് എന്നൊരു
ഒരു പേസ് അറ്റാക്കിനെയാണ് എനിക്ക് കാണാൻ ആഗ്രഹം. അതുപോലെ തന്നെ അർഷദീപിനെയോ അല്ലെങ്കിൽ കുൽദീപിനെയോ പോലൊരു ബോളറിനെയും കൂടെ ഇവർ ഇൻക്ലൂഡ് ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അത് നമുക്കിനി അടുത്ത ടെസ്റ്റിൻ്റെ ഫൈനൽ റിവ്യൂയിലേക്ക് വരുമ്പോഴും മാച്ചിൻ്റെ പ്രിവ്യൂയിലേക്ക് വരുമ്പോഴും ഒക്കെ പറയാം. ഇനി ഈ മത്സരത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് എടുത്തത് 407 റൺസാണ്. 180 റൺസിൻ്റെ ലീഡാണ് അവർ വഴങ്ങിയത്. ഫോളോ ഓൺ എന്തായാലും അവർ ഒഴിവാക്കി. ഇവിടെ ഇംഗ്ലണ്ട് ഒരു ബാറ്റിംഗ് കാർഡ് നോക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കാണാൻ സാധിക്കും. 2 150+ സ്കോർ കൂടാതെ 6 ഡക്കുകളാണ് അവരുടെ ആ ഒരു ബാറ്റിംഗ് നിരയിൽ ഉണ്ടായത്. അതിൽ 2 ഗോൾഡൻ ഡക്കുകളാണ്, ഒലി പോപ്പിൻ്റെയും ബെൻ സ്റ്റോക്സിൻ്റെയും. അങ്ങനെ ഒരു ഗ്ലെയറിംഗ് ആയിട്ടുള്ള ആ ഒരു എക്സ്ട്രീം പോൾസിലുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു ഇംഗ്ലണ്ടിൻ്റേത്. ഇനി ഇന്ത്യയുടെ സെക്കൻഡ് ഇന്നിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അഗ്രസീവായിട്ട് തന്നെയാണ് തുടങ്ങിയത്. ജയ്സ്വാളും രാഹുലും റൺസിനായി തന്നെയാണ് ശ്രമിച്ചതും. ആ പാർട്ണർഷിപ്പിൽ ഒരു 11 ബൗണ്ടറികൾ വന്നത് അതിന് ഉദാഹരണമാണ്. ഇപ്പോൾ തുടക്കം തന്നെ ഇവർ അറ്റാക്ക് ചെയ്ത് കളിച്ചതോടുകൂടി ഇംഗ്ലണ്ടിന് ബൗളിംഗ് ചേഞ്ച് കൊണ്ടുവരേണ്ടതായിട്ട് വന്നു. ജോഷ് ടങ്ക് വന്നു. ജോഷ് ടങ്കിന് നമ്മുടെ ജയ്സ്വാളിൻ്റെ വിക്കറ്റ് കിട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് കരുൺ നായരാണ് വന്നത്. പിന്നെ അവർ വലിയ നഷ്ടങ്ങളൊന്നുമില്ലാതെ ദിവസം അവസാനിപ്പിച്ചു. മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ 64-1 നിലയിലാണ് ഇന്ത്യ. ഇപ്പോൾ 244 റൺസിൻ്റെ ലീഡുണ്ട്. ഇപ്പോൾ ആദ്യത്തെ മത്സരത്തിൽ 371 പോലൊരു സ്കോർ സെറ്റ് ചെയ്തിട്ടും ഇംഗ്ലണ്ട് അവസാന ദിവസം ചേസ് ചെയ്യാണ് ഉണ്ടായത്. അപ്പോൾ അതെന്തായാലും തീർച്ചയായും ഇന്ത്യയുടെ മനസ്സിൽ കാണും. മിനിമം ഒരു 450 എങ്കിലും ഇന്ത്യ ലീഡ് നേടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു ഹൈ ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ തന്നെയായിരിക്കും ഇന്ത്യൻ ശ്രമിക്കുക. ഇനി ഇംഗ്ലണ്ടിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു 300-350 റേഞ്ചിൽ തന്നെ ഇന്ത്യ ഓൾ ഔട്ട് ആക്കുക. അതായത് ലീഡിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരു 350 റേഞ്ചിൽ തന്നെ ഇന്ത്യ, അല്ലെങ്കിൽ കഴിഞ്ഞ മത്സരത്തിലെ പോലെ 370 റേഞ്ചിൽ ഓൾ ഔട്ട് ആക്കിയിട്ട് ചേസ് ചെയ്ത് ജയിക്കാനായിരിക്കും ഇംഗ്ലണ്ട് ശ്രമിക്കുക. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇനിയുള്ള 2 ദിവസം, ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴ അപ്പോൾ ഒരു സ്പോയിൽ സ്പോട്ട് ആവരുതേ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ കാരണം ഇന്ത്യക്ക് സീരീസ് സ്ക്വയർ ചെയ്യാൻ, അതായത് 1-1 എത്താനുള്ള ഒരു മികച്ച അവസരമാണ്. ഒരു നല്ലൊരു സ്കോർ സെറ്റ് ചെയ്യുക, എന്നിട്ട് ഇംഗ്ലണ്ടിനെ പുറത്താക്കാനായിട്ട് ഇന്ത്യക്ക് ശ്രമിക്കാവുന്നതാണ്. എന്നാൽ മഴ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാര്യങ്ങൾ സങ്കീർണമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മേധാവിത്വം ഇന്ത്യക്ക് തന്നെയാണ്. എന്നാൽ ഇന്നത്തെ ദിവസം ഇന്ത്യ ഒരു കൂട്ടത്തകർച്ച നേരിടേണ്ടി വന്നാൽ കാര്യങ്ങൾ വീണ്ടും ഇംഗ്ലണ്ടിന് അനുകൂലമാവും. കാരണം അറിയാലോ, ആ ഒരു പാർട്ണർഷിപ്പ് വന്നതോടുകൂടി ഒരു തകർച്ച ഇന്ത്യ നേരിട്ട് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ജെയ്മി സ്മിത്ത് ഹാരി ബ്രൂക്ക് പാർട്ണർഷിപ്പിന്റെ എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഒരു തകർച്ച ഇന്ത്യ നേരിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിന് ചാൻസ് ഉണ്ട്. എന്നാൽ ആദ്യ ഇന്നിങ്സിൽ ബാറ്റ് ചെയ്ത പോലെ തന്നെ ബാറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ ഇന്ത്യയുടെ വിജയം അല്ലെങ്കിൽ ഡ്രോ, ഈ 2 റിസൾട്ട് മാത്രമേ പോസിബിൾ ആവുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. 3-ാം ദിവസത്തെ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.